ക്രിസ്മസിനോടനുബന്ധിച്ച് IPC ഹെബ്രോൻ പുതുശ്ശേരി സഭയൊരുക്കുന്ന മഹാസന്തോഷമെന്ന ഒരു പ്രോഗ്രാമാണ് ഈ ദേശത്ത് തുടർന്നുള്ള ചില മിനിറ്റുകളിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധതയോടെ നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന വല്ലാത്ത പ്രവണതകളെ ചർച്ച ചെയ്തുകൊണ്ട്, അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, മനുഷ്യ മനസ്സുകൾക്കകത്ത് തിങ്ങി നിൽക്കുന്ന നിരാശ, സങ്കടങ്ങൾ, അടിമത്തങ്ങൾ, ലഹരിമരുന്നുകളുടെ വ്യാപക ഉപയോഗങ്ങൾ, LSD സ്റ്റാമ്പുകൾ, MDMA തുടങ്ങിയുള്ള മാരക ലഹരിമരുന്നുകൾ ഇന്നത്തെ സമൂഹത്തെയും യുവത്വത്തെയും വല്ലാതെ കാർന്നു പിടിക്കുന്ന ഒത്തിരി സംഭവങ്ങൾക്കിടയിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലവാരങ്ങളിൽ നമ്മുടെ അടുത്ത തലമുറയെ വല്ലാതെ കാർന്നു പിടിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയകൾ പിടിമുറുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾക്കോ സമൂഹത്തിനോ അധ്യാപകർക്കോ സ്ഥാപനങ്ങൾക്കോ ഒന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത നിലവാരങ്ങളിൽ ഒരു വല്ലാത്ത പ്രവണതകൾ ഈ സമൂഹത്തിനകത്ത് നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ആധ്യാത്മിക സംഘടന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വന്ന പരിവർത്തനത്തെപ്പറ്റി, രൂപാന്തരത്തെപ്പറ്റി, ഇന്നലകളിൽ ഇതുപോലെയുള്ള പലതിനും അടിമകളായിരുന്ന ഇവിടെ നിൽക്കുന്ന പലരുടെയും ജീവിതത്തെ മാറ്റിമറിച്ച ആത്യന്തികമായ ഒരു സന്ദേശത്തെ, ഒരു ക്രിസ്മസ് സന്ദേശം ഈ ദേശത്ത് പങ്കുവെക്കേണ്ടതിനാണ് ഞങ്ങൾ ഈ കുന്നന്താനം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്നത്. തുടർന്നുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ചില ഗാനങ്ങളുമായി ഞങ്ങളുടെ ഇടയിലുള്ള അനുഗ്രഹീത ഗായകൻ ശ്രീമാൻ ജമൽസൺ ജേക്കബ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കും. അതിനന്തരമായി ഞങ്ങളോടൊപ്പമുള്ള അനുഗ്രഹീതമായ രീതിയിൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുവാൻ ശ്രീമാൻ ജസ്റ്റിൻ കായംകുളത്തെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാ ജീവിത വീതി, ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത വീതി, ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകേ പോവുക നീ. കണ്ണുകളാലെ അന്വേഷിത്തു നീളേ, കണ്ണുകളാലെ അന്വേഷിത്തു നീളേ. കണ്ടെത്തും നിങ്ങൾ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. കണ്ടെത്തും നിങ്ങൾ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ. ഇടയ കന്യകേ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ, ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകേ പോവുക നീ. കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവരി നിൽപ്പൂ നീളേ. കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവരി നിൽപ്പൂ ദൂരെ. നിന്നാത്മാവിൽ ഉയർത്തെണീക്കും കണ്ണീരൊപ്പും നാഥൻ. നിന്നാത്മാവിൽ ഉയർത്തെണീക്കും
കണ്ണീരൊപ്പും നാഥൻ. ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകെ പോവുക നീ. यीशु का नाम सुखदाय, भजन करो भाई, ये जीवन 2 दिन का, ये जीवन 2 दिन का। यीशु का नाम सुखदाय, भजन करो भाई, है जीवन 2 दिन का, है जीवन 2 दिन का। यीशु का नाम सुखदाय, भजन करो भाई, है जीवन 2 दिन का, है जीवन 2 दिन का। ये जीवन है फूलों की माला, ये जीवन है फूलों की माला, धूप लगे तो जल जाए, भजन करो भाई, ये जीवन 2 दिन का, ये जीवन 2 दिन का। ये जीवन है फूलों की माला, ये जीवन है फूलों की माला, धूप लगे तो चल जाए, भजन करो भाई, ये जीवन 2 दिन का, ये जीवन 2 दिन का। ये जीवन है मिट्टी का पुतला, ये जीवन है मिट्टी का पुतला, थका लगे तो झड़ जाए, भजन करो भाई, ये जीवन 2 दिन का, ये जीवन 2 दिन का। यीशु का नाम सुखदाय, भजन करो भाई, ये जीवन 2 दिन का, ये जीवन 2 दिन का।
ये जीवन है कागज का टुकड़ा, ये जीवन है कागज का टुकड़ा, हवा लगे तो उड़ जाए, भजन करो भाई, ये जीवन 2 दिन का, ये जीवन 2 दिन का। ये जीवन है कागज का टुकड़ा, ये जीवन है कागज का टुकड़ा, हवा लगे तो उड़ जाए, भजन करो भाई, ये जीवन 2 दिन का, ये जीवन 2 दिन का। यीशु का नाम सुखदाई, भजन करो भाई, ये जीवन 2 दिन का, ये जीवन 2 दिन का, ये जीवन 2 दिन का, ये जीवन 2 दिन का। അടുത്തും അകലെയുമായി ഈ ഉച്ചഭാഷണയുടെ ശ്രവണ പരിധിക്കകത്ത് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ ദേശവാസികൾക്കും, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, വിവിധ വാഹനങ്ങൾ ഓടിക്കുന്ന പ്രിയപ്പെട്ടവർ, ഭവനങ്ങളിലായിരുന്നു കൊണ്ടും ശ്രദ്ധിക്കുന്നവരായ എല്ലാ ദേശവാസികൾക്കും അനന്തതയിൽ നിന്നും അവനിയിലേക്ക് അവതരിച്ച് അഖില ലോകവും അവിരാമം പ്രസംഗിക്കപ്പെടുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വന്ധ്യവും പരിശുദ്ധവുമേറിയ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായി അറിയിക്കട്ടെ. ഇന്ന് പ്രഭാതം മുതൽ മല്ലപ്പള്ളിയുടെ വിവിധ കവലകളിൽ കടന്നു ചെന്ന് സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷത്തിൻ്റെ ഏറ്റവും ഉദാത്തവും ശ്രേഷ്ഠവുമായ വാർത്ത പങ്കുവെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കുന്നന്താനത്തിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം വളരെ വ്യത്യസ്തമായ ചിന്താഗതികൾ കൊണ്ടും വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായ അനവധി പ്രഭാഷണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറെ സ്നേഹത്തോട് പറയട്ടെ, ഒരു മതപ്രസംഗം കേൾക്കുന്നതായ ഗൗരവത്തോടെ ഒരു രാഷ്ട്രീയമായ പ്രസംഗം കേൾക്കുന്ന ആവേശത്തോടെയോ ഒരു സാംസ്കാരികമായ പ്രഭാഷണം കേൾക്കുന്നതായ ആലസ്യത്തോടെയോ കേട്ടു മറക്കുവാനുള്ള ഒരു സന്ദേശമല്ല ഇവിടെ പ്രസ്താവിക്കപ്പെടുന്നത്. ഞങ്ങൾ നിങ്ങളുമായി അല്പസമയം സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ അവന്റെ ജീവിതവുമായുള്ള ബന്ധത്തിൽ സാമൂഹികപരമായും സാംസ്കാരികപരമായും എല്ലാ നിലവാരത്തിലും ഔന്നത്യത്തിന്റെ പടവുകളിലേക്ക് കയറി ചെല്ലേണ്ട സാഹചര്യത്തിൽ നിന്ന് പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകിടക്കുന്ന വ്യതിരിക്തമായ ഒരു ജീവിത സാഹചര്യത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് കടന്നുപോകുന്നതായ ഈ സാഹചര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരുത്തുന്ന ജീവിതത്തിന്റെ സങ്കീർണമായ പ്രശ്നകലുഷിതമായ ഈ വിഷയങ്ങൾക്ക് എവിടെയാണൊരു മാറ്റം വരുത്തുവാൻ കഴിയുന്നത് എന്നുള്ള നമ്മുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യത്തെ നൽകുവാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു സന്ദേശം നിങ്ങളുമായി കൈമാറി വേഗത്തിൽ ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും
മനുഷ്യന്റെ രൂപം, മനുഷ്യന്റെ ഭാവം, മനുഷ്യന്റെ ചിന്തകൾ, മനുഷ്യന്റെ കാര്യഗ്രഹണശേഷി എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയിലേക്ക് ഓടിയെത്താറുണ്ട്. അനന്തമായ വിശാലമായ ഈ മഹാപ്രപഞ്ചത്തിലെ 10,000 കോടിയോളം വരുന്ന ഗാലക്സികളിലൊന്നായ ആകാശഗംഗയിലെ 30,000 കോടിയോളം വരുന്ന സൗരയൂഥ മണ്ഡലങ്ങളിൽ ജീവനുള്ളതാണെന്ന് മനസ്സിലാക്കപ്പെട്ടിട്ടുള്ള, തിരിച്ചറിഞ്ഞിട്ടുള്ള ഭൂമി എന്ന ഈ കൊച്ചുഗ്രഹത്തിലെ ഏതാണ്ട് 1 കോടിയോളം വരുന്ന ജീവജാലങ്ങളിൽ ചിന്തിക്കുവാനും ചിരിക്കുവാനും കാര്യപ്രാപ്തിയോടെ, കാര്യഗ്രഹണശേഷിയോടെ കാര്യങ്ങളെ നന്നായി നടത്തുവാൻ കഴിയുള്ള മനുഷ്യൻ എന്ന സവിശേഷ ജീവിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകുന്നു. ഭൂമിയിൽ ജീവിച്ചു വരുന്ന മനുഷ്യൻ തന്റെ ഗാധമായ ചിന്താശേഷിയും കാര്യഗ്രഹണവും സവിശേഷ ബുദ്ധിയും കൊണ്ട് ഏതാണ്ട് 400 കോടിയോളം പഴക്കം വരുന്ന ഈ ഭൂമിയെ അടക്കി വാഴുകയാണ്. തനിക്ക് ചുറ്റുമുള്ള ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, അവയെ നിയന്ത്രിക്കുന്ന തനിക്ക് അതീതമായ തന്റെ കരാങ്കുലികളാൽ നിയന്ത്രിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ഭൂമിയെ അവൻ വെട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ടും കഴിയുന്നുണ്ട്. തനിക്ക് അജ്ഞാതമായ, തനിക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത മേഖലകളെക്കുറിച്ച് പഠിക്കുവാനും അവയെക്കുറിച്ച് അറിയുവാനുമുള്ള അതിയായ അവന്റെ ജിജ്ഞാസ അവനെ എത്തിച്ചത് ഇന്ന് നമ്മുടെ മനോമുകുരത്തിന്റെ അകത്തെ, നമ്മുടെ ബുദ്ധിയുടെ ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എത്തിച്ചേരുവാൻ കഴിയത്തില്ലെന്ന് കഴിഞ്ഞ മേഖലകളെ കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പലവിധമായ പരിണാമത്തിന്റെ, കാലാന്തരത്തിന്റെ, കാലഭേദങ്ങളുടെ വികസനത്തിന്റെ പ്രക്രിയക്കകത്തുകൂടെ കണ്ടുപിടുത്തങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഭാഗമായി ഇവിടെ മനുഷ്യൻ വ്യത്യസ്തങ്ങളായ അവന്റെ ജീവിതത്തിനിണങ്ങുന്ന, അവന്റെ ജീവിതത്തെ വേഗതയിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അതിലേറ്റവും ഉദാത്തമെന്ന്, ശ്രേഷ്ഠമെന്നൊരു കാലത്ത് കരുതിയിരുന്നത് ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ്, തീയുടെ കണ്ടുപിടുത്തമാണ്. അങ്ങനെ നിരവധി മാനുഷിക ജീവിതത്തിന് ഉപയുക്തമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിവന്ന മനുഷ്യര് കാലങ്ങളങ്ങോട്ട് കഴിഞ്ഞു വരുമ്പോൾ പ്രപഞ്ചത്തിന്റെ രഹസ്യം തേടുവാനും പ്രപഞ്ചത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കൂളിയിടുവാനുമുള്ള തരത്തിൽ അവന്റെ ബുദ്ധിവികാസം പ്രാപിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ജീവനത്തിനും അതിജീവനത്തിനുമായി കാർഷിക സംസ്കാരം തുടങ്ങിയപ്പോൾ അവനൊരു സമൂഹമായി, ഒരു കൂട്ടമായി ജീവിക്കുവാൻ തുടങ്ങുകയാണ്. പരസ്പരം ആശ്രയിച്ചും പരസ്പരം സഹകരിച്ചും പരസ്പരം സ്നേഹിച്ചും ഇങ്ങനെ മനുഷ്യൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് എവിടെയോ സ്വയാശ്രയത്തിന്റെയും സ്വാർത്ഥതയുടെയും വിത്തുകൾ മുളയ്ക്കപ്പെട്ട് പരസ്പരം ആക്രമിക്കുവാനും പരസ്പരം ആക്രോശിക്കുവാനും രാജ്യങ്ങളെയും സമുദായങ്ങളെയും സമൂഹങ്ങളെയും വെട്ടിപ്പിടിക്കുവാനുമുള്ള അതിയായ ആഗ്രഹം അവരുണ്ടായി വന്നപ്പോൾ പരസ്പര സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടുപോയി, പരസ്പരം ഐക്യം എവിടെയോ നഷ്ടപ്പെട്ടുപോയി. മനനം ചെയ്യുവാൻ കഴിവുള്ള, ചിന്തിക്കുവാൻ കഴിവുള്ള, ശൂന്യാകാശത്തെ ചന്ദ്രനിലേക്ക്, ചൊവ്വയിലേക്ക്, കടലിന്റെ അഗാധതയിലേക്ക്, ആഴങ്ങളിലേക്ക് തനിക്ക് മുമ്പായി ഉണ്ടായിരുന്ന ചരിത്രപദങ്ങളെ കുടിച്ചെടുക്കുവാൻ സാങ്കേതിക വിദ്യകൾ, ശാസ്ത്രത്തിന്റെ സാധ്യതകൾ, സംസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ, എഴുത്തിന്റെ മേഖലകൾ,
വ്യത്യസ്തമായ മനുഷ്യജീവിതത്തിന്റെ പല മേഖലകളെയും കൈപ്പിടിയിൽ ഒതുക്കുവാൻ മനുഷ്യൻ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയോ. കാലങ്ങൾ അങ്ങനെ മാറി. അപരിഷ്കൃതമായ സമൂഹത്തിന്റെ അപരിഷ്കൃതമായ കാലഘട്ടത്തെ മാറ്റിമറിച്ചുകൊണ്ട് മനുഷ്യൻ പരിഷ്കാര ജീവിയായി പരിഷ്കാരമുള്ളവനായി മാറിയെന്ന് അഭിമാനിക്കത്തക്ക നിലയിലേക്ക് വളർന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. അതേ പ്രിയമുള്ളവരെ, നാം ഇന്ന് കാണുന്ന ഈ കാലഘട്ടത്തിന്റെ മേന്മകൾക്ക് മുൻപ് നമുക്ക് ഓർക്കുവാനും ചിന്തിക്കുവാനുമുള്ള പല സംഭവ വികാസങ്ങളുടെ വികസന പ്രക്രിയകളുടെ ഓർമ്മകൾ മനോമുഖരത്തിലേക്ക് ഓടി വരികയാ. എന്നാൽ ഇന്നിന്റെ മനുഷ്യൻ 21ാം നൂറ്റാണ്ടിന്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തപ്പെട്ടിരിക്കുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ കണ്ടുപിടുത്തം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉന്നമനങ്ങൾ കാളവണ്ടി യുഗത്തിൽ നിന്ന് മനുഷ്യരെ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തിച്ചപ്പോൾ കമ്പ്യൂട്ടറാണ് ഏറ്റവും വലുതെന്ന് ലോകം പറഞ്ഞു. കമ്പ്യൂട്ടറിന്റെ കാലത്ത് നിന്ന് നാനോ ടെക്നോളജിയിലേക്ക് മനുഷ്യൻ മാറിയപ്പോൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ലോകം പറഞ്ഞു. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്ന, നാം മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിൽ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം തീർക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൃത്രിമ ബുദ്ധിയുടെ സാങ്കേതിക വിദ്യകളായി വികസിക്കപ്പെട്ടപ്പോൾ ഇന്ന് മനുഷ്യൻ അതിൽ അഭിരമിക്കുകയാണ്. ജീവനില്ലാത്ത 2 ചിത്രങ്ങൾ മനുഷ്യന്റെ മനോമുഖരത്തിനകത്തുകൂടെ വരുന്ന ആശയങ്ങളായി ഈ കൃത്രിമ ബുദ്ധിക്ക് ഇട്ടുകൊടുത്താൽ ഇഷ്ടമുള്ളതുപോലെ ചലിക്കുന്ന ചിത്രങ്ങളാക്കി വേഗത്തിൽ മാറ്റുവാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എന്തിനാണ് ഈ ഉന്നതിയിലേക്ക് പോകുന്നത്? എന്തിനാണ് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്? എന്തിനാണ് വികസനം ഉണ്ടാക്കുന്നത്? മനുഷ്യന് സമാധാനമായി ജീവിക്കുവാൻ, മനുഷ്യന് സന്തോഷമായി മുന്നോട്ട് പോകുവാൻ, മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം വേഗതയിൽ കാര്യങ്ങൾ തീർപ്പാക്കുവാൻ, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ സാങ്കേതിക വിദ്യകൾ ഇന്ന് പക്ഷേ മനുഷ്യന്റെ പരാജയത്തിന് കാരണഹേതുവായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഞാൻ പറയാതെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയുവാൻ കഴിയുന്നുണ്ട്. എനിക്കേറെ ഇഷ്ടമുള്ള ഒരു കവിയാണ് ശ്രീ വയലാർ രാമവർമ്മ എന്ന് പറയുന്ന അനുഗ്രഹീതനായ കവി. അദ്ദേഹത്തിന്റെ അശ്വമേധം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ആ കവിത ഇപ്രകാരമാണ് പറയുന്നത്: ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസുയർത്തി പായുമൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽകളിൽ. അതെ, ശ്രീ വയലാർ രാമവർമ്മ ഈ കവിത എഴുതി അവസാനിക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: ഈ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. എന്ന് വെച്ചാൽ ഈ ലോകത്തെ കീഴടക്കുവാനായി, ദിഗ്വിജയത്തിനായി, ദിക്കുകളെ കീഴ്പ്പെടുത്തുവാനായി കുതിച്ചുപായുന്ന ഒരു യാഗാശ്വത്തെ പോലെ തുള്ളിക്കളിച്ച് ചെമ്പൻ രോമങ്ങൾ, കുഞ്ചിരോമങ്ങൾ തുള്ളിക്കളിച്ചുകൊണ്ട് ചാടിക്കുതറിയോടുന്ന ഒരു കുതിരയെ പോലെ മനുഷ്യന്റെ മനുഷ്യത്വം നിൽക്കുന്നു എന്നാണ് അദ്ദേഹം തന്റെ കവിതയ്ക്കകത്ത് വിവക്ഷിച്ചിരിക്കുന്നത്. സ്നേഹിതരെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ പിന്നാമ്പുറങ്ങളിലേക്ക് സഞ്ചരിച്ചു നോക്കുമ്പോൾ അടിമത്തത്തിന്റെയും ഉച്ചനീചത്വങ്ങളുടെയും വിദേശികളുടെ രാഷ്ട്രീയ അടിച്ചമർത്തലിന്റെയും ഒക്കെ നടുവിൽ സമരകോലാഹലങ്ങൾക്ക്, സമര പോരാട്ടങ്ങൾക്ക് വിപ്ലവ വീര്യം കൊടുക്കുവാൻ യുവരക്തങ്ങളെ നോക്കി അദ്ദേഹം ഇപ്രകാരം എഴുതുമ്പോൾ, യുവതുർക്കികൾ കുതിച്ചുപായുന്ന കുതിരയെ പോലെ കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു പായുന്ന ആ യാത്ര ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കരാങ്കുലികളിലേക്ക് ഓരോ പ്രഭാതത്തെയും ധന്യമാക്കിക്കൊണ്ട് പറന്നിറങ്ങുന്ന പത്രമാധ്യമങ്ങൾക്കകത്ത് വായിക്കുന്ന വാർത്തകളിലേറെയും നാം കാണുന്നത് ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാകേണ്ട യുവതുർക്കികളെയാണ്. മദ്യത്തിന്
മയക്കുമരുന്നിന്, ഇതര ലഹരി പദാർത്ഥങ്ങൾക്ക്, LSDക്ക്, MDMAക്ക്, കഞ്ചാവിന്, ചരസിന്, പുകവലിക്ക്, ഹാൻസിന്, പാൻപരാഗിന്, എങ്ങനെയുള്ള വലുതാകട്ടെ ചെറുതാകട്ടെ, പണമൂല്യം കൊടുക്കുന്നതാകട്ടെ, ചെറിയ വിലയ്ക്ക് കിട്ടുന്നതാകട്ടെ, ഏത് വിധേനയും ശരീരത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഇതിനെ ആവാഹിച്ചുകൊണ്ട് ജീവിതത്തെ മനുഷ്യന് കൊള്ളാത്ത, സമൂഹത്തിന് കൊള്ളാത്ത, കുടുംബത്തിനും ബന്ധങ്ങൾക്കും കൊള്ളാത്ത, തലതെറിച്ച, തല കുനിക്കുന്ന, കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചുമായുന്ന കുതിരയെപ്പോലെയല്ല, തലകുനിച്ചിരിക്കുന്ന ആമയെപ്പോലെ തലവലിച്ചുൾവലിയാൻ പ്രേരിപ്പിക്കുന്ന നിലവാരത്തിലേക്ക് ഈ ലഹരിയുടെ മാസ്മരികമായ മായാവലയത്തിന്റെ അകത്ത് ഈ കാലഘട്ടത്തിന്റെ യുവതുർക്കികൾ ആടിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുമ്പോൾ, സ്വയം തീർക്കുന്ന ലഹരിയുടെ ഇരുമ്പടികൾക്കകത്ത് ജീവിതത്തെ തളച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ അടുത്ത സമയത്ത് തിരുവല്ല പട്ടണത്തിൽ ഒരു വാഹനത്തിന്റെ അകത്ത് ഒരു അപ്പനും അമ്മയും തീ വെച്ച് അവർ ആത്മഹത്യ ചെയ്യുവാനിടയായി. ഒളിഞ്ഞും തെളിഞ്ഞും പലവിധമായ ചർച്ചകൾ സമൂഹ മാധ്യമത്തിന്റെ അകത്ത് ഉടലെടുത്തു. അതേതോ വാഹന കമ്പനിയുടെ തകരാറ് കൊണ്ടാണ് വാഹനത്തിന് തീ പിടിച്ചത്. അല്ല, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ബ്രാൻഡല്ല, മറ്റൊരു ബ്രാൻഡാണ്, അതിന് ക്വാളിറ്റി ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ചു. പക്ഷേ പോലീസ് സംവിധാനങ്ങൾ അന്വേഷിച്ചു ചെല്ലുമ്പോൾ മനസ്സിലാക്കിയത് ആ മാതാപിതാക്കൾ വാഹനത്തിന്റെ അകത്ത് കയറി ലോക്കിട്ട് അവർ പെട്രോൾ ഒഴിച്ച് അവർ ആത്മഹത്യ ചെയ്തതാണ്. അതിന്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് അവരുടെ ഏകമകൻ, അവരുടെ ആശ്രയമായ, ആ കുടുംബത്തിന്റെ അത്താണിയാകേണ്ടവനായ അവരുടെ ഏകമകൻ ലഹരിക്കടിമയായി ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിലവാരത്തിലേക്ക് അവൻ മാറ്റപ്പെട്ടു എന്നുള്ളത് ആ മാതാപിതാക്കൾക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. സ്നേഹിതാ, എന്റെ പ്രിയ സുഹൃത്തേ, എന്റെ കൂടെപ്പിറപ്പേ, ചോദിക്കട്ടെ, അല്പസമയത്തെ സന്തോഷത്തിനോ അല്പസമയത്തെ ആഹ്ലാദത്തിനോ കൂട്ടുകാരോടൊപ്പം ചിലവഴിക്കാൻ ആണത്തത്തിന്റെ അമാനദണ്ഡത്തെ അളക്കുവാൻ നീ കുടിച്ചത്, നീ വലിച്ചത്, നീ സിരകളിലേക്ക് കുത്തിക്കയറ്റിയത് നിന്റെ കുടുംബത്തിന്റെ പരാജയത്തിന് കാരണഹേതുവായെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ പരാജയത്തിന് മൂലകാരണമായി മാറിയെങ്കിൽ, ഇന്ന് ഈ സന്ദേശം നിന്നോടാണ് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപേ എന്റെ ഒരു സ്നേഹിതനായ, എന്റെ ഒരു സഹപ്രവർത്തകൻ തന്റെ പ്രഭാഷണത്തിനിടയ്ക്ക് പറഞ്ഞ ഒരു സംഭവം എന്റെ മനോമുഖരത്തിലേക്ക് ഓടി വരികയാ. ഒരു ഗൃഹനാഥൻ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടിയ പണത്തിന് ബിവറേജിൽ ക്യൂ നിന്ന് മദ്യം വാങ്ങിച്ചു കുടിച്ചിട്ട് ഭവനത്തിലേക്ക് ആടിയാടി വരുന്ന വഴിക്ക് ഓവുചാലിനകത്ത് വീണു പോകുകയോ. ഓവുചാലിനകത്ത് വീണ് കിടക്കുന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ വസ്ത്രം നഷ്ടപ്പെട്ടിരിക്കുന്നു. വീടിന്റെ അടുത്ത് ശബ്ദം കേട്ട് അയാളുടെ 2 പെൺമക്കൾ ആ അപ്പനെ ഓടിച്ചെന്ന് ഓവുചാലിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ, മദ്യത്തിന്റെ മാസ്മരിക ലഹരിക്കകത്ത് തന്റെ പെൺമക്കളെ തിരിച്ചറിയുവാൻ കഴിയാതെ പോയ സാഹചര്യത്തിൽ അവരെ കയറി പിടിക്കുവാനിടയായി. പേടിച്ചരണ്ട പെൺകുഞ്ഞുങ്ങൾ ഭവനത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ തങ്ങളുടെ സഹോദരൻ എന്താ കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ സംഭവം പറഞ്ഞു. ആ സഹോദരൻ, ആ പയ്യൻ തന്റെ കയ്യിൽ കിട്ടിയ ആയുധവും എടുത്തുകൊണ്ട് വേഗത്തിൽ ഓവുചാലിനടുക്കലേക്ക് ഓടിച്ചെന്ന് ആ പിതാവിനെ ആ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുവാൻ ഇടയായി. തീർന്നില്ല. രക്തം വാർന്നൊഴുകി ആ പിതാവ് അവിടെ മരിച്ചു വീഴുമ്പോൾ ഈ പയ്യന്റെ മനസ്സിൽ കുറ്റബോധമുണ്ടായിട്ട് തിരികെ ഭവനത്തിൽ വന്ന് അവൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഇത് കണ്ട മാതാവ്, അപ്പൻ നഷ്ടപ്പെട്ടു, മകൻ നഷ്ടപ്പെട്ടു, കുടുംബം തകർന്നു എന്ന് മനസ്സിലായപ്പോൾ ആ മാതാവും ആത്മഹത്യ ചെയ്തു. തന്റെ ആ മാതാവും പിതാവും തന്റെ സഹോദരനും നഷ്ടപ്പെട്ട വാർത്തയറിഞ്ഞ് ആ 2 പെൺകുഞ്ഞുങ്ങളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി എന്ന് ആ വാർത്ത അവസാനിക്കുകയാ. നോക്കൂ സ്നേഹിത,
അല്പസമയത്തെ സന്തോഷത്തിന് വേണ്ടി കുടിച്ച മദ്യത്തിന്റെ ആസക്തി, മദ്യത്തിന്റെ ലഹരി നഷ്ടമാക്കിയത് ഒരു കുടുംബത്തിന്റെ ജീവിതത്തെയാണ്. അങ്ങനെ അനവധി നിരവധി വാർത്തകൾ, സംഭവങ്ങൾ എനിക്കെടുത്ത് പറയാനുണ്ട്. ഞാനിതെങ്ങു നിന്നും കുഴിച്ചുകൊണ്ട് വന്നതല്ല. നമ്മുടെ കരങ്ങളിൽ കിട്ടുന്ന പത്രമാധ്യമങ്ങൾക്കകത്ത് നാം വായിച്ചു മറക്കുന്ന വാർത്തകളാണ്. കാമപൂർത്തീകരണത്തിന് വേണ്ടി കാമുകരൊപ്പം പോകാൻ ഈ ഉലകത്തിൽ ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത് അമ്മയുടെ സ്നേഹമാണ്. പക്ഷേ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കാലിൽ പിടിച്ച് താഴെയടിച്ച് തലചെറിച്ച് കളയുന്നത് കണ്ടതിന്നിട്ടും യാതൊരു വിധമായ വൈകാരിക തലമുണരാത്ത എത്രയെത്ര മാതാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം ഇങ്ങനെ അവസാനിക്കാനല്ല. രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇളകിയാടുന്ന കസേരകൾക്ക്, കാലുകൾക്ക് ആട്ടത്തെ നിർത്തിക്കൊടുക്കാനല്ല നിന്റെ ജീവിതമെന്ന് ഓർക്കുവാനിടയാകട്ടെ. സമരസപ്പെടാത്ത രാഷ്ട്രീയ വീതിയിൽ ആശയാദർശങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരാടുന്ന, പരസ്പരം ആക്രമിക്കുന്ന അണികളുടെ രക്തത്തിൽ ചവിട്ടി അനേകർ നേതാക്കന്മാരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള പല ആളുകളും പറയുന്ന കാര്യമുണ്ട്: രക്തസാക്ഷിത്വമാണ് നിന്റെ ജീവിതത്തിന് മൂല്യം കിട്ടാൻ ഏറ്റവും വലുത്. ഇങ്ങനൊരു കവിത ശ്രീ മുരുകൻ കാട്ടാക്കടയുടേതായിട്ടുണ്ട്. രക്തസാക്ഷി നീ മഹാപർവ്വതം കണ്ണിനെത്താത്ത ദൂരത്ത് ചെന്നേ കിടക്കു നീ. നോക്കിക്കേ പ്രിയമുള്ളവരെ, രക്തസാക്ഷിത്വത്തെ വർണ്ണിക്കുന്ന എത്രയെത്ര വരികൾ, എത്രയെത്ര കവിതകൾ ഇവിടെ ഉടലെടുക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയാം, നിന്റെ കുടുംബത്തിന് നഷ്ടം, നിന്റെ ജീവിതത്തിന് നഷ്ടം, നിന്റെ തലമുറകൾക്ക് നഷ്ടം, നിന്റെ മാതാപിതാക്കൾക്ക് നഷ്ടം. ഈ സുന്ദരമായ ഭൂമിയിൽ ജീവിച്ചു മരിക്കാനുള്ള അവകാശം ഹരിക്കപ്പെടുമ്പോൾ ഇന്ന് പകൽ പറയട്ടെ സ്നേഹിത, ഈ ലോകത്തിൻ്റെതായ മായാവലയത്തിന്, മാസ്മരികതയ്ക്ക്, ലഹരി പദാർത്ഥങ്ങൾക്ക്, മതസംഹിതകൾക്ക്, ഇസങ്ങൾക്ക്, പ്രത്യയശാസ്ത്രങ്ങൾക്ക്, നവോത്ഥാന മൂല്യങ്ങൾക്ക്, നവീകരണ നായകന്മാർക്ക്, വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നൽകുവാൻ കഴിയാത്തതായ ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എവിടെയോ പരാജയപ്പെട്ടു പോയ, എവിടെയോ നഷ്ടമായി പോയ, എവിടെയോ തകർന്നടിഞ്ഞു പോയ നിന്റെ ജീവിതത്തിന്റെ പന്ഥാവുകളിലേക്ക് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചവുമായി ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പ്രഖ്യാപിച്ച നസ്രയനായ യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ വിളിച്ചു പറയട്ടെ, കാലങ്ങൾ മാറുമ്പോൾ, മാസങ്ങൾ തിരിയുമ്പോൾ ആഘോഷിച്ചു മറക്കാൻ ഉള്ള അനുഭവമല്ല യേശുവിന്റെ ജനനമെന്നുള്ളത്. യേശു നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ, നിന്റെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുവാൻ, നിന്റെ പാപമംഗലമായ ജീവിതത്തോട് വിട പറയുവാൻ നിന്നെ സഹായിക്കുന്ന, വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകുന്ന വ്യക്തിപ്രഭാവമാണ് നസ്രയനായ യേശുക്രിസ്തു. അതേ സ്നേഹിത, ഞാൻ പറഞ്ഞില്ലേ, പലരും അണികളുടെ രക്തത്തിൽ ചവിട്ടി നേതാക്കന്മാരാകുമ്പോൾ നിങ്ങൾ രക്തം തരോ, ഞങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, നിങ്ങൾ അവരെ കൊല്ലോ, നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കൊണ്ട്, ആശയങ്ങൾ കൊണ്ട്, മതാനുസാധാര കൊണ്ട് മനുഷ്യ മനസ്സിനെ, വികാര വിക്ഷോഭങ്ങളെ, അവന്റെ വൈകാരിക തലങ്ങളെ ഇളക്കി ഉണർത്തിയിട്ട് ആയുധം കൊടുത്തടരാടാൻ പ്രേരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾക്ക് നടുവിൽ ഇതാ മനുഷ്യന്റെ പാപത്തിന് തന്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റി നൽകി തന്റെ ജീവനെ നൽകി തന്ന യേശുവിന്റെ സ്നേഹത്തിന്, നിന്റെ ജീവിതത്തിന് ഒരു മാറ്റം തരാൻ കഴിയും സ്നേഹിത. ഒരു മതത്തിന്റെ പ്രബോധനത്തിനപ്പുറം, ഏതെങ്കിലും മതത്തിന്റെ ദൈവമെന്ന് മാറ്റിക്കളയുന്നതിനപ്പുറം, ഇത് മതബോധമല്ല, ഇത് മതപ്രഭാഷണമല്ല. യേശു ഒരു മതത്തിന്റെയും വക്താവുമല്ല. യേശു ഒരു മാർഗമാണ്, അത് ജീവന്റെ മാർഗമാണ്. പരാജയത്തിന്റെ പടുകുഴിയിൽ അണ്ടുപോയ മനുഷ്യന് ജീവിതത്തിൽ രക്ഷയുടെ, മോക്ഷത്തിന്റെ മാർഗം തുറന്നു കൊടുക്കുവാൻ ആ ദൈവത്താൽ അയക്കപ്പെട്ട
ജീവന്റെ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. അതേ സ്നേഹിത, കാലഘട്ടം പറയുന്നു കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. നിയമസംഹിതകൾ പറയുന്നു തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ഈ കാലഘട്ടത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതികൾ വിളിച്ചു പറയുകയാ, പാപം ചെയ്തവൻ കല്ലേറ് കൊള്ളണം. 14 വർഷം 12 വർഷം വധശിക്ഷ, വ്യത്യസ്തമായ ശിക്ഷകൾ കൊണ്ട് കുറ്റത്തിന് മാറ്റം കൊടുക്കുവാൻ നമ്മുടെ സമൂഹം വ്യഗ്രതപ്പെടുമ്പോൾ നോക്കിക്കേ, ഇവിടെയുള്ള ന്യായസംഹിതകൾക്ക്, ഇന്ത്യൻ പീനൽ കോഡിന് ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ഇവിടുത്തെ തടവറകളുടെ ഇരുമ്പഴികൾക്ക് ശക്തി പോരാഞ്ഞിട്ടല്ല, ഇവിടെയുള്ള പോലീസ് സംവിധാനം പരാജയപ്പെട്ടിട്ടല്ല. ഓരോ ദിവസം കഴിയും തോറും കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. മണിക്കൂറുകൾ, നിമിഷങ്ങൾ, വ്യത്യസ്തമായ കുറ്റങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ അകത്ത് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇഷ്ടമില്ലാത്തവനെ, ആശയങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവനെ, മതസംഹിതകൾക്ക് വിരോധമായി നിൽക്കുന്നവന്റെ തലവെട്ടിയെടുത്ത് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന യൗവനക്കാരുടെ കാലഘട്ടമായി ഇത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നോക്ക് സ്നേഹിത, ഇന്നെന്റെ സോഷ്യൽ മീഡിയക്കകത്ത് വന്ന ഒരു വാർത്തയുണ്ട്. കൂടെ കളിച്ച, കൂടെ നിന്ന കൂട്ടുകാരനെ തർക്കം മുറുകിയപ്പോൾ അവന്റെ തലവെട്ടി താഴെയിട്ട് ഫുട്ബോൾ ചവിട്ടുന്നത് പോലെ റോഡിലിട്ട് തട്ടിയ ചെറുപ്പക്കാരുടെ കഠിന ഹൃദയത്തിന്റെ കഥനമായ വാർത്ത. മനുസ്നേഹിത, എന്താ ഇത്രയധികം ശിക്ഷ കൊടുത്തിട്ടും, ഇത്ര മതബോധനങ്ങൾ നൽകിയിട്ടും, ഇത്രയധികം സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി എത്രയെത്ര സന്ദേശങ്ങൾ ഈ ആകാശമണ്ഡലത്തിൽ ഉയർന്നു നിന്നിട്ടും മനുഷ്യന്റെ കുറ്റത്തിന് കുറവ് വരുന്നില്ല? എന്തേ മനുഷ്യന്റെ അതിക്രമത്തിന് മാറ്റമുണ്ടാകുന്നില്ല? അപ്പൊ കുറ്റത്തിന് ശിക്ഷയല്ല വേണ്ടത്, കുറ്റവാസനയ്ക്കുള്ള മരുന്നാണ് കൊടുക്കേണ്ടത്. മനുഷ്യന്, അവന്റെ ഹൃദയത്തിന്, അവന്റെ മനസ്സിന് മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ ഈ കുറ്റകൃത്യങ്ങളുടെ കുത്തൊഴുക്ക് ഈ കാലഘട്ടത്തിൽ നിന്നും മാറ്റിക്കളയുവാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാ കുറ്റവാസന മാറ്റാൻ കഴിയുക? എങ്ങനെയാ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തുരൂഢമൂലമായ ഈ പാപത്തിന്റെ ആസക്തിയെ എടുത്തുകളയാൻ കഴിയുന്നത്? ഞാൻ വിളിച്ചു പറയാം, ഒരു ഇസത്തിനും കഴിഞ്ഞില്ല, ഒരു പ്രത്യയശാസ്ത്രത്തിനും കഴിഞ്ഞില്ല, ഒരു മതസംഹിതയ്ക്കും കഴിഞ്ഞില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കഴിഞ്ഞില്ല. ഇതൊക്കെയും പിന്നെയും കുഴപ്പങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ട് ചാടിച്ചുകൊണ്ടിരുന്നപ്പോൾ മനുഷ്യന്റെ കുറ്റത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുവാൻ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ് കർത്താവായ യേശു ക്രിസ്തു. സ്നേഹിത, ആടിനെ മേയിച്ചുകൊണ്ടിരുന്ന ആട്ടിടയന്മാർക്ക് മാലാഖവൃന്ദം പ്രത്യക്ഷമായി വിളിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഈ ക്രിസ്മസ് വിളിച്ചു പറയുന്നത്, നീ ഭയത്തിനകത്ത്, ലഹരിയുടെ, കൊലപാതകത്തിന്റെ, അരാജകത്വത്തിന്റെ, അട്ടഹാസത്തിന്റെ, ആക്രോശത്തിന്റെ, മദ്യപാനാസക്തിയുടെ ഭയത്തിന്റെ അകത്ത് ജീവിക്കേണ്ടവരല്ല. ഭയത്തെ മാറ്റിയിട്ട് ധൈര്യത്തിന്റെ, സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ ജീവിതം നയിക്കേണ്ടവനാണെന്നുള്ള സന്ദേശമാണ് ഈ ക്രിസ്തുമസ് വിഭാവനം ചെയ്യുന്നത്.
മാനുസ്നേഹിത, യേശു അവതരിച്ചത് മാനവകുലത്തിന്റെ കുറ്റമേറ്റെടുക്കുവാൻ, പാപത്തിന്റെ ശിക്ഷയായ മരണം തന്റെ ശരീരത്തിൽ വഹിക്കേണ്ടതിന് യേശു ഈ ഭൂമിയിൽ അവതരിച്ചു. കാലസമ്പൂർണത വന്നപ്പോൾ കന്യാസുതനായി പാപമറിയാത്തവൻ, നിഷ്കളങ്കനായവൻ, നീതിമാനായവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി അവന് കിടക്കാൻ ഒരിടം കിട്ടിയില്ല, അവനെ വയ്ക്കാൻ ഒരു കമ്പിളി പുതപ്പും കിട്ടിയില്ല, അവനെ ചേർത്ത് പിടിക്കാൻ കാലഘട്ടം സമ്മതിച്ചില്ല. ഒരു സത്രത്തിൽ പോലും ഇടം ലഭിക്കാതിരുന്നപ്പോൾ കാലികളെ കെട്ടിയിരുന്ന കാലിത്തൊഴുത്തിൽ യേശു കുഞ്ഞിനെ കൊണ്ടുവച്ചത് എന്തിനാ? സർവത്തെയും സൃഷ്ടിച്ച, സർവത്തെയും ചമച്ചവനായ ക്രിസ്തു ഈ താണ ഉലകത്തിലേക്ക്, താഴ്മയിലേക്ക് വന്നു പിറന്നത്. സ്നേഹിത, എനിക്ക് വേണ്ടി, താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ യേശു അവതരിക്കപ്പെടുകയാ. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഒറ്റപ്പെട്ടവരെ, മാറ്റി നിർത്തിയവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, തള്ളപ്പെട്ടവരെ, ഭാവികളെന്ന് മുദ്രകുത്തിയവരെ ചേർത്ത് പിടിച്ച് രോഗികളെ സൗഖ്യമാക്കി യേശു ഭൂമിയിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ മരണം ഒരുവൻ ഏറ്റെടുക്കണമെന്നുള്ള ദൈവിക നീതിയുടെ പദ്ധതി പ്രകാരം പീലാത്തോസ് എന്ന് പറയുന്ന ഗവർണറിന്റെ മുമ്പാകെ യേശുവിനെ കൊണ്ടു നിർത്തുമ്പോൾ പീലാത്തോസ് തന്റെ അരമനയ്ക്കകത്ത് നിന്ന് ഇറങ്ങി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ കൂടി നിന്ന ജനസഹസ്രങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. ഇവൻ ചെയ്ത കുറ്റം എന്താണ്? ഇവൻ ചെയ്ത പാപം എന്താണ്? യേശു ഒരു പാപവും ചെയ്തില്ല, യേശു ഒരു കുറ്റവും ചെയ്തില്ല. മാനവകുലത്തിന്റെ മുഴുപാപവും അവന്റെ മേൽ ചുമത്തുവാനുള്ള ദൈവീക പദ്ധതിക്കകത്ത് പീലാത്തോസ് പറയുകയാണ്, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. അതേ സ്നേഹിത, ഒരു കുറ്റവുമില്ലാത്ത, ഒരു പാപവുമില്ലാത്ത യേശുവിന്റെ മേൽ എന്റെ പാപത്തിന്റെ മരണശിക്ഷയെ പീലാത്തോസ് ചുമത്തി ചാർത്തിക്കൊടുത്തു. ഏതാണ്ട് 600ഓളം വരുന്ന റോമൻ അധികായന്മാരായ പടയാളികളുടെ കയ്യിലേക്ക് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വളരെ ഭാരമേറിയ, വളരെ ക്രൂരവും പൈശാചികവുമായ ആക്രമണമുറകൾ കൊണ്ട് യേശുവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുവാൻ പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു ചട്ടവാറിന്റെ അഗ്രത്തിലേക്ക് ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു ഉപകരണം ഘടിപ്പിച്ചു വച്ചിട്ട് അധികായന്മാരായ റോമൻ പടയാളികൾ യേശുവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുവാനിടയായി. അനേക കാളകളും അനേക കോലാട്ടുകൊറ്റന്മാരും അനേക പക്ഷികളും തകർക്കപ്പെട്ട് രക്തമൊഴുക്കി പാപത്തിന് മോചനം ലഭിച്ചിരുന്നതായ കാലഘട്ടത്തിൽ നിന്ന് ഏകയാഗത്താൽ, ഒരേ ഒരു യാഗത്താൽ മനുഷ്യകുലത്തിന്റെ പാപത്തിന് ശാശ്വതമായ പരിഹാരം കൽപ്പിക്കുവാൻ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് പച്ചമാംസത്തുണ്ടുകൾ, പച്ചജീവൻ തുടിക്കുന്ന പച്ചമാംസത്തുണ്ടുകൾ പച്ച മണ്ണിലേക്ക് പറിച്ചറിയപ്പെട്ടു. ഉഴവചാല് പോലെ ശരീരം കീറപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടധാരിയായി, ഭാരമേറിയ 150 കിലോയോളം ഭാരം വരുന്ന ഒരു മരക്കുരിശ് അതിന്റെ ഒരു ഭാഗം അവന്റെ ചുമലിലേക്ക് വച്ചുകൊടുത്ത് പീലാത്തോസിന്റെ കൽത്തള മുതൽ പാലസ്തീന്റെ വച്ച മണ്ണിൽ കൂടെ ഗോൽഗോഥ എന്ന് പറയുന്ന തലയോടിന്റെ ആകൃതിയിലുള്ള മലയിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്ന കാഴ്ച, സ്നേഹിത, നിന്റെ കണ്ണു തുറന്ന് ഒന്ന് കാണുവാനിടയാകട്ടെ. അതേ, പാപമില്ലാത്ത പരിശുദ്ധനായ
ക്രിസ്തുവിന്റെ ശരീരം തകർക്കപ്പെട്ട് നുറുക്കപ്പെട്ട് അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായത്. സ്നേഹിത, എന്നെ വിരൂപമാക്കാതിരിക്കാൻ, താങ്കളെ വിരൂപമാക്കാതിരിക്കാൻ യേശു അത് ഏറ്റെടുക്കുകയാ. തലയോടിനമെന്നർത്ഥമുള്ള ഗോൽഗോഥായിലേക്ക് യേശുവിനെ കൊണ്ടുപോയി അഭാരമുള്ള മരക്കുരിശ് നിലത്തേക്ക് കിടത്തിയിട്ട് അതിലേശുവിനെ പിടിച്ചു കിടത്തി അവന്റെ ആ പരിപാവനമായ അനേക രോഗികളെ സൗഖ്യമാക്കിയ, അനേക കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകിക്കൊടുത്ത യേശുവിന്റെ ആ കരങ്ങളിലേക്ക് കാരിരുമ്പാണി ആ മരത്തോട് ചേർത്തടിച്ചു. അടികൊണ്ട് കരങ്ങൾ മരത്തോട് ചേരുമ്പോ വലിഞ്ഞു മുറുകിയ ശരീരത്തെ പിടിച്ചു താഴേക്ക് വലിച്ച് കാലുകൾ രണ്ടും ആ മരത്തോട് ചേർത്ത് ഒരാണിയാൽ അടിച്ചു ബന്ധിപ്പിച്ച് ആ കുരിശ് 6 പടയാളികൾ ചേർന്ന് ഉയർത്തിയെടുത്ത് പാറയിൽ വെട്ടിയ ചെറിയ കുഴിക്കകത്തേക്ക് എടുത്തിടുമ്പോൾ അവന്റെ ശരീരം, അവന്റെ ആ കൈകളിൽ കാലുകൾ, അസ്ഥികൾ ഇതാ മനുഷ്യന്റെ ഭാവത്തിന് വേണ്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിതാ ക്രൂശിക്കപ്പെട്ടവനായി കിടക്കുന്ന കാഴ്ച സ്നേഹിത മറന്നു കളയരുത്. കുപ്പി പൊട്ടിക്കുമ്പോ, സിറിഞ്ച് കയറ്റുമ്പോ, മറ്റുള്ളവന്റെ തലയടിച്ചു പൊട്ടിക്കുമ്പോ അളിയിൽ കരുതിയ ഖരാറയെടുത്ത് അവരന്റെ നെഞ്ചത്തേക്ക് കയറ്റുവാൻ എടുക്കുമ്പോ, ജനിപ്പിച്ച മാതാവിനെ തൊഴിക്കുവാൻ കാലുകൾ ഉയർത്തുമ്പോ നീ മറന്നു പോകരുത്. നിനക്ക് വേണ്ടി തകർന്ന യേശുവിനെ ഒന്നോർക്കുവാൻ കഴിയട്ടെ. വരണനിലത്ത് നിന്ന് പൊങ്ങി വരുന്ന ഇളയ തൈ പോലെ യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടത്. 2 കള്ളന്മാർക്ക് നടുവിൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ഞാൻ നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒരുപോലെ രക്ഷയിലേക്ക് വരണമെന്നുള്ള മാനവ വിമോചനത്തിന്റെ വിളംബരവുമായിതാ യേശു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന ചോദ്യവുമായി തന്റെ തല തോളിലേക്ക് ചായിച്ച് തന്റെ പ്രാണനെ വിട്ടത്. സ്നേഹിത, അങ്ങയുടെ പാപത്തിന്റെ പരിഹാരത്തിനാ, അങ്ങയുടെ ജീവിതത്തിന്റെ രക്ഷ തരാനാ, അങ്ങയെ മാറ്റിമറിക്കാനാ യേശു മരിച്ചത്. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്, യേശുവിന്റെ മാർഗമെന്ന് പറയുന്നത്, സഹനത്തിന്റെ മാർഗമെന്ന് പറയുന്നത്. ക്രൂശിൽ നിന്നിറങ്ങി വരാനുള്ള ശക്തി ഉണ്ടായിട്ടും, അടിയേറ്റ വേദന സഹിക്കാനുള്ള ത്രാണി ഉണ്ടായിട്ടും അവൻ അതിന് മുതിരാതെ തകർന്നത്, അവൻ പരാജയപ്പെട്ടു എന്ന് ലോകം വിധിച്ചപ്പോൾ കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ എനിക്കും നിനക്കും വേണ്ടി പക്ഷവാദം ചെയ്യുന്നത്. ആരാ ക്രൂശിലേക്ക് നോക്കും? മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, കർമ്മങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, തീർത്ഥയാത്രകൾ, പുണ്യപ്രവർത്തികൾ, എത്ര നേർച്ച കാഴ്ചകൾ നടത്തിയിട്ട് പാപത്തിന് പരിഹാരമില്ല, ആസക്തിയിൽ നിന്നും മോചനം ലഭിക്കുന്നില്ല, പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് പോകുവാൻ കഴിയുന്നില്ല, മോക്ഷം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ഒരു സത്യാന്വേഷിയാണെങ്കിൽ, ഒരു ദൈവാന്വേഷിയാണെങ്കിൽ വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിന് സമൂലമായ മാറ്റം വരുത്തുവാൻ, പരിഹാരം വരുത്തുവാൻ യേശുവിൽ വിശ്വസിച്ചാൽ മാത്രം മതി. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാകുമ്പോൾ വിശ്വസിക്കുന്നവർക്കത് ദൈവശക്തിയായി മാറ്റപ്പെടുകയാണ്. അതേ സ്നേഹിത, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ സന്ദേശം എല്ലാവരും വിശ്വസിപ്പാൻ യോഗ്യവും അംഗീകരിപ്പാൻ
കഴിയുന്നതും തന്നെയാണ്. എന്തുകൊണ്ടാ ഞങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ കവലകൾ തോറും ചെന്ന് ഈ യേശുവിനെ ഉയർത്തുന്നത്? ആയുധമെടെ തടരാടാൻ പ്രേരിപ്പിച്ചൊരു നേതാവായത് കൊണ്ടല്ല, ആശയങ്ങൾ കൊണ്ട് ആദർശങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ച ഒരു ലീഡറായത് കൊണ്ടല്ല, മതത്തിനപ്പുറം, ജാതിക്കപ്പുറം, ഭാഷയ്ക്കപ്പുറം, വേഷത്തിനപ്പുറം, സംസ്കാരത്തിനപ്പുറം എന്നെയും നിന്നെയും ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോൾ, മോനെ മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച യേശുവിന്റെ സ്നേഹം ഈ സായം സന്ധ്യയിൽ അങ്ങേ ക്ഷണിക്കുമ്പോൾ ഹൃദയകവാടം യേശുവിന് വേണ്ടി കൊടുക്കുവാൻ കഴിയുമോ? നിന്റെ ഹൃദയത്തിന്റെ വാതിലിൽ നിന്ന് യേശു മുട്ടുമ്പോൾ അതൊന്ന് തുറന്നു കൊടുക്കാൻ മനസ്സുണ്ടോ? നല്ലൊരു അപ്പനാകാൻ, നല്ലൊരു മകനാകാൻ, നല്ലൊരു സഹോദരനാകാൻ, ഈ സമൂഹത്തിന്റെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ കെട്ടുപണിക്കുതകേണ്ട നല്ല ചെറുപ്പക്കാരായി, നല്ല വ്യക്തിത്വങ്ങളായി മാറ്റപ്പെടുവാൻ എന്നെ മാറ്റിയ, എന്റെ പിന്നിൽ അണിനിരന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാരെ മാറ്റിമറിച്ച, ഈ ലോകത്തിന് വേണ്ടി പലതും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നു. പക്ഷെ എന്താ, യേശുവിനെ ഉയർത്തുന്നേ? ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഞങ്ങൾ ഈ ദേശത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് സ്നേഹിത, ഒരു നിമിഷം ഞങ്ങളോടുകൂടെ ചേർന്ന് ഈ പ്രാർത്ഥനയുടെ വാചകം ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? യേശുവേ, അങ്ങ് കന്യകയിൽ ജാതനായത്, ഈ ഭൂമിയിൽ ജീവിച്ചത്, അങ്ങ് പച്ച പൈൻമരക്കുരിശിൽ മരണവേദന അനുഭവിച്ച് മരിച്ചത് എന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഒന്ന് പറയുവാൻ കഴിയുമോ? കടകളിലാകട്ടെ, വാഹനങ്ങളിലാകട്ടെ, വീടുകളിലാകട്ടെ, ഈ രക്ഷാ പദ്ധതിക്കകത്തേക്ക്, ഈ രക്ഷാ സന്ദേശത്തിന്റെ ഉള്ളറക്കകത്തേക്ക് ഒന്ന് മടങ്ങി വരാൻ മനസ്സുണ്ടോ? യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്ക്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞങ്ങളോടുകൂടെ ചേർന്ന് ഈ പ്രാർത്ഥനാവാചകം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്തൃസന്നിധിയിലേക്ക് എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? ബഹുമാന്യ കർത്തൃദോഷൻ ഓർപ്പിച്ചതുപോലെ, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപപരിഹാരത്തിനും കൂടെയാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്. അങ്ങയെ എൻ്റെ രക്ഷകനായി, എൻ്റെ കർത്താവായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. അനുതാപ ഹൃദയത്തോടെ ആർ യേശുവിനായി ജീവിതത്തെ സമർപ്പിക്കുമോ? വിശുദ്ധ ബൈബിൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. വിശ്വസ്ത കർത്താവേ, ഞങ്ങളുടെ ശ്രോതാക്കളെയെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിരാകരിച്ച സ്വർഗത്തിൽ അങ്ങ് ഞങ്ങൾക്കായി പ്രതിനിധാനം ചെയ്യുമ്പോൾ, ക്രിസ്തുവിനെ നിരാകരിച്ച് ഈ ലോകത്തിൽ അങ്ങയുടെ പ്രതിനിധികളായി നിലകൊള്ളുവാൻ കൃപ നൽകിയതോർത്ത് സ്തോത്രം. ഇന്ന് ഈ സായാഹ്നവേള യേശുവിനായി ജീവിതത്തെ സമർപ്പിച്ച ഏവരെയും കർത്തൃകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം ഞങ്ങളെ ശ്രദ്ധിച്ച ഏവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.